إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون صلى الله وبارك وسلم تسليما كثيرا كثيرا أما بعد فيا أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله فقد قال الله تعالى يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون وقال أيضا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما فقد قال عز وجل يا أيها الذين آمنوا لا تتخذوا الكافرين أولياء من دون المؤمنين أتريدون أن تجعلوا لله عليكم سلطانا مبينا رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب അല്ലാഹു സുബ്ഹാനഹു വ തആലയെ തഖ്വ ചെയ്ത് സൂക്ഷിച്ച് അവന്റെ വിധിവിലക്കുകൾക്ക് ജീവിതത്തിൽ മുൻഗണന കൽപ്പിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തണമേ എന്ന് ആദ്യമായി ഞാൻ എന്നെയും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അവന്റെ മുത്തഖികളായ സൂക്ഷ്മാലുക്കളായ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയിട്ടുള്ള പോരായ്മകളും പിഴവുകളും തിന്മകളും അള്ളാഹു അവന്റെ റഹ്മത്ത് കൊണ്ട് നമുക്ക് പുറത്തു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ പലവിധത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്. ശാരീരികമായി, മാനസികമായി, സാമ്പത്തികമായി, കുടുംബപരമായി. അള്ളാഹു ഈ അർത്ഥത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സകലർക്കും പൂർണ്ണാർത്ഥത്തിലുള്ള ശിഫ, സൗഖ്യം, സമാധാനം പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ബർസഖിയായ ജീവിതം അവൻ അനുഗ്രഹീതപൂർണ്ണമാക്കുമാറാകട്ടെ. ഏറെ ആദരണീയരായ വിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരീ സഹോദരന്മാരെ, മുസ്ലിം ലോകത്തിന്ന് വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന, മുസ്ലിം ഉമ്മത്തിന് വലിയ പരിക്കുകൾ ഏൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യുദ്ധത്തിന് സയനിസ്റ്റ് സാമ്രാജ്യത്വ ശക്തികളുടെ ആഭിമുഖ്യത്തിൽ, നേതൃത്വത്തിൽ, അവരുടെ ഒത്താശയോടുകൂടി തുടക്കം കുറിക്കപ്പെട്ടിട്ട് ഇന്ന് ഒരു മാസം പിന്നിട്ടിരിക്കുകയാണ്. ഓരോ ദിവസം കഴിയുമ്പോഴും ഇസ്ലാമിക സമൂഹം നിന്ദ്യതയിൽ നിന്ന് കൂടുതൽ നിന്ദ്യതയിലേക്ക്, ഇങ്ങനെ അപമാനത്തിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുന്ന ഏറെ ദയനീയമായ ഒരു കാഴ്ചയാണ്
നാം ഓരോരുത്തരും കണ്ടുകൊണ്ടിരിക്കുന്നത്, സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു സമൂഹം എന്ന നിലക്ക്, സമുദായം എന്ന നിലക്ക് നാം ഒന്ന് ആലോചിച്ചു നോക്കുകയാണെങ്കിൽ, ഇന്ന് ലോകത്തുള്ള ഏതെങ്കിലും ഒരു സമുദായത്തെ നമ്മളൊന്ന് എടുത്ത് പരിശോധിച്ചു നോക്കുക. അതെത്ര ദുർബലരാകട്ടെ, ന്യൂനപക്ഷമാകട്ടെ, ബലഹീനരാകട്ടെ, ഈ രൂപത്തിൽ അവമതിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന, അപമാനിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന, അടിച്ചമർത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന, പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തെ, സമുദായത്തെ ഒരുപക്ഷെ നമുക്ക് വേറെ കാണാൻ സാധിക്കുകയില്ല, വേറെ കാണാൻ കഴിയുകയില്ല. കഴിഞ്ഞ ആഴ്ചകളിൽ മാത്രം നടന്ന ചില സംഭവങ്ങൾ എടുത്ത് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുക. നമ്മൾക്കേറെ വേദനിപ്പിച്ച ഒരു വാർത്തയായിരുന്നു ഫിലിസ്തീനിലുള്ള ഒരു വാപ്പയെയും അദ്ദേഹത്തിന്റെ കുഞ്ഞുമകനെയും സയനിസ്റ്റ് ഭീകരസേന ബന്ദിയാക്കി പിടിച്ചുകൊണ്ടുപോവാണ്. ശേഷം നിരപരാധിയായ ആ പിതാവിനെ കൊണ്ട് തെറ്റ് സമ്മതിപ്പിക്കാൻ ആ 1-1.5 വയസ്സ് മാത്രം പ്രായമുള്ള ആ പിഞ്ചു ബാലനെ ആ പിതാവിന്റെ മുന്നിലിട്ട് പീഡിപ്പിക്കാണ്, വേദനിപ്പിക്കാണ്. സിഗരറ്റ് കൊള്ളികളെടുത്ത് ആ പിഞ്ചു പൈതലിന്റെ കാലുകളിൽ അഗാധമായ പൊള്ളലുകൾ ഏൽപ്പിക്കുന്നു. ആ പൈതലിന്റെ ലോലമായ കാലുകളിലേക്ക്, അസ്ഥികളിലേക്ക് ഇരുമ്പാണികൾ തറക്കുന്നു. എങ്ങനെയാണ് ഒരു പിതാവെന്ന നിലക്ക്, നമുക്കൊക്കെ മക്കളുണ്ട്, പേരമക്കളുണ്ട്, പേരക്കിടാങ്ങളുണ്ട്, നാം ഒന്ന് ആ ഒരു സ്ഥാനത്ത് നിന്നുകൊണ്ട് ആലോചിച്ചു നോക്കുക. എങ്ങനെയാണ് ഒരു മനുഷ്യന് ഇത് കണ്ടു നിൽക്കാൻ കഴിയുക? 1-2 മണിക്കൂറുകളല്ല, 10-11 മണിക്കൂറുകളോളം ഈ രൂപത്തിൽ അദ്ദേഹം വേദന തിന്നേണ്ടി വന്നു എന്നുള്ളതാണ്. അതിനുശേഷം റെഡ് ക്രോസിന്റെ വോളണ്ടിയേഴ്സ് മുഖേന ആ കുഞ്ഞ് തിരികെ കുടുംബത്തിലേക്ക് എത്തുന്നുണ്ടെങ്കിലും ആ പിതാവിനെ ബന്ദിയാക്കി അവർ കൊണ്ടുപോവാണ്. എന്ത് സംഭവിച്ചു എന്ന് ആ ഉമ്മക്ക് പിന്നീട് അറിയുന്നില്ല, ആ കുഞ്ഞിന് പിന്നെ അറിയുന്നില്ല തന്റെ പിതാവ് ഇവിടെ പോയി. ഇത് ഏതോ ഒരൊറ്റപ്പെട്ട സംഭവമല്ല. വെസ്റ്റ് ബാങ്കിലും ഗസയിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന 10,000-കണക്കിന് മനുഷ്യരുടെ ഒരു നേർചിത്രം മാത്രമാണിത്. 10,000-ഓളം ആളുകള്, 10,000-ത്തിലധികം ആളുകള് ഈ അർത്ഥത്തിൽ നിരപരാധികളായി, ഇസ്രായേലി തടവുപുള്ളികളായി, ബന്ദികളായി ജയിലുകളിൽ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് കണക്കുകൾ. ആ അർത്ഥത്തിൽ ഫലസ്തീനിൽ നിന്ന് പിടികൂടിയ ഈ നിരപരാധികളായ മനുഷ്യരെയൊക്കെയും വളരെ ലാഘവത്തോടുകൂടി വധശിക്ഷയ്ക്ക് വിധേയമാക്കാൻ പ്രാപ്തമാക്കുന്ന നിയമസാധുത, അതിനുള്ള നിയമം ഇസ്രായേൽ പാസ്സായിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം. ആ ഒരു ബില്ല് പാസ്സായപ്പോ അവരുണ്ടായിരുന്ന ഭരണകർത്താക്കൾ പരസ്യമായി മദ്യം സേവിച്ചുകൊണ്ടായിരുന്നു അത് ആഘോഷിച്ചത് ലോകത്തിന്റെ മുന്നിൽ. ഇതിനൊക്കെ പുറമെ 30,000-ത്തിലധികം പിഞ്ചു മക്കൾ ഗസയിൽ മാത്രം കൊല്ലപ്പെട്ടിട്ടുണ്ട്. 1,00,000-ത്തിലധികം മനുഷ്യർക്ക് ജീവഹാനി സംഭവിച്ചിട്ടുണ്ട്. അതിലും അപകടകരമായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത് 60 വർഷങ്ങൾക്കിടയിൽ ആദ്യമായി മസ്ജിദുൽ അഖ്സ ഈ രൂപത്തിൽ അടച്ചുപൂട്ടപ്പെട്ടിരിക്കുകയാണ്. നമസ്കാരങ്ങൾ നടക്കാതെ, തക്ബീറുകൾ മുഴങ്ങാതെ ഒരുപാട് ദിവസങ്ങളായിട്ട് മസ്ജിദുൽ അഖ്സ അടഞ്ഞു കിടക്കുകയാണ്. ഇങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ നാനാഭാഗത്തു നിന്നും ഒരു സമൂഹം എന്ന നിലയ്ക്ക് നമ്മൾ ആലോചിച്ച് നോക്കുക. ഇതേതോ ഒരൊറ്റപ്പെട്ട സമൂഹമാണോ ഇത്? കോടിക്കണക്കിന് അനുയായികളുള്ള, അനുയായി വൃത്തങ്ങളുള്ള, 57ഓളം ഔദ്യോഗിക രാഷ്ട്രങ്ങളുള്ള ഒരു സമൂഹത്തിന് ഈ രൂപത്തിൽ ചോദിക്കാനോ പറയാനോ ആരുമില്ലാത്ത തരത്തിൽ, ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ ആളില്ലാത്ത തരത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന ആർത്ഥത്തിലൊരു നിസ്സഹായതയിലേക്ക് തള്ളിവിടപ്പെടുമ്പോ, ഈ ഒരു ദയനീയ അവസ്ഥ കാണുമ്പോൾ നമ്മളൊന്ന് ആലോചിച്ചു നോക്കണം, എന്തായിരിക്കും അതിന്റെ കാരണം? അത് അന്വേഷിക്കാനുള്ള, ഈ അർത്ഥത്തിൽ നിന്ദ്യതയിലേക്ക് നമ്മളിങ്ങനെ വലിച്ചെറിയപ്പെടുമ്പോ, നിന്ദിക്കപ്പെടുമ്പോ, അപമാനിക്കപ്പെടുമ്പോ, നിസ്സഹായരായി നമ്മളിങ്ങനെ നോക്കുകുത്തികളായി നിൽക്കേണ്ടി വരുമ്പോ, ഈ ഉമ്മത്തിനെല്ലാം ഉണ്ടായിട്ടും, ആൾബലമുണ്ട്, സാമ്പത്തിക ശേഷിയുണ്ട്, രാഷ്ട്രങ്ങളുണ്ട്, എല്ലാമുണ്ട്. പക്ഷെ എന്നിട്ടും എന്തുകൊണ്ട് ഈ ഒരു അവസ്ഥ, ഈ ഒരു അപജയം ഒരു ഉമ്മത്തെന്ന നിലക്ക് നമ്മളിൽ സംജാതമായി എന്നതിനെ സംബന്ധിച്ച് ആലോചിക്കാനുള്ളൊരു ഉത്തരവാദിത്തമെങ്കിലും നാം കാണിക്കേണ്ടതുണ്ട്. അതിന് നാം മറുപടി തേടേണ്ടത് വിശുദ്ധ ഖുർആനിൽ നിന്ന് തന്നെയാണ്. വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി ഈ രൂപത്തിൽ ഒരു സമൂഹം എന്ന നിലക്ക് നിങ്ങൾ അപമാനിക്കപ്പെടാതിരിക്കാൻ, നിങ്ങൾ നിന്ദിക്കപ്പെടാതിരിക്കാൻ, നിങ്ങൾക്ക് അജയ്യതയും യശസ്സും
ആ അർത്ഥത്തിലുള്ള ശക്തിയും നിങ്ങളിൽ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പാലിക്കേണ്ട, നിങ്ങൾ ജീവിതത്തിൽ സ്വീകരിക്കേണ്ട ചില നിലപാടുകൾ, നയനിലപാടുകൾ വളരെ കൃത്യമായി ഖുർആൻ നാം ഓരോരുത്തർക്കും വിശദമായി പ്രതിപാദിച്ച് നൽകുന്നുണ്ട്. ആ തത്വങ്ങൾ വെറുതെ വിശദീകരിക്കുക മാത്രമല്ല, ഒരു സമൂഹത്തെ വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു നമ്മുടെ മുന്നിൽ മാതൃകയായി നമുക്ക് അള്ളാഹു കാണിച്ചു തന്നിട്ടുണ്ട്. നമ്മുടെ ഈ സ്ഥാനം, ഒരു ഉമ്മത്ത് എന്ന നിലക്ക്, സമൂഹം എന്ന നിലക്ക് നാം ഇന്ന് അലങ്കരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സ്ഥാനം നമുക്ക് മുമ്പ് അലങ്കരിച്ചിരുന്ന ഒരു സമൂഹമുണ്ടായിരുന്നു. ഈ ഒരു ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ടിരുന്ന ഒരു സമൂഹമുണ്ടായിരുന്നു, ബനൂ ഇസ്രായേല്യർ. ആ സമൂഹം എങ്ങനെയായിരുന്നു? എല്ലാ അർത്ഥത്തിലുള്ള ശക്തി ഉണ്ടായിട്ടും ആ സമൂഹം എങ്ങനെയാണ് നശിച്ചു പോയത്, നിന്ദിക്കപ്പെട്ടത് എന്നതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായി, എങ്ങനെയാണ് അവരുടെ നാടുകളിൽ നിന്ന് അവർ പുറന്തള്ളപ്പെട്ടത് എന്ന് വളരെ കൃത്യമായി ഖുർആൻ നമുക്ക് അവരുടെ മാതൃക കാണിച്ചുകൊണ്ട് നമുക്ക് പറഞ്ഞു നൽകുന്നുണ്ട്. വളരെ ലളിതമായി വിശദീകരിച്ചു നൽകുന്നത്. ഏതൊരാൾക്കും ഖുർആൻ പഠിച്ചാൽ വായിച്ചാൽ മനസ്സിലാക്കുന്ന തരത്തിലാണ് അള്ളാഹു അത് നമുക്ക് വിവരിച്ചു നൽകിയിരിക്കുന്നത്. അത് ആ സമൂഹത്തെ പോലെ, അതൊരു കേസ് സ്റ്റഡി ആയിട്ട് അള്ളാഹു നമ്മുടെ മുന്നിൽ വെക്കുകയാണ്. ഈ സമൂഹത്തെ പോലെ നിങ്ങൾക്ക് സംഭവിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഈ സമൂഹത്തിൽ സംഭവിച്ച ആ അപജയം, ആ തിന്മകൾ, ആ പോരായ്മകൾ അത് നിങ്ങളിലും വരാതെ നിങ്ങൾ സൂക്ഷിക്കണമേ എന്ന് വളരെ കൃത്യമായി തുറന്ന് അള്ളാഹു നമുക്ക് പറഞ്ഞു തന്നിരിക്കുകയാണ്. യാ അയ്യുഹല്ലദീന ആമനു ലാ തകൂനു കല്ലദീന ആദൗ മൂസ. ആ സമൂഹത്തെ പോലെ, മൂസ അലൈഹിസ്സലാമയെ വേദനിപ്പിച്ച ആ സമൂഹത്തെ പോലെ, മൂസ അലൈഹിസ്സലാം സ്വപ്നം കണ്ട രൂപത്തിൽ ഉയർന്നു വരാതിരുന്ന ആ സമൂഹത്തെ പോലെ നിങ്ങളും ആയിത്തീരരുത് കേട്ടോ എന്ന് വളരെ കൃത്യമായി സ്നേഹത്തോടെ അള്ളാഹു നമ്മെ ഉണർത്തുന്നുണ്ട്. ഇതിന്റെ കാരണങ്ങൾ എന്താണെന്ന് ഖുർആൻ പരിശോധിച്ചാൽ നിരവധി കാണാൻ കഴിയും. ബനീ ഇസ്രായേലിൽ നിന്ദിക്കപ്പെടാനുണ്ടായ കാരണം എന്തായിരുന്നു? ഒരു സമൂഹം എന്ന നിലക്ക് അവർ പരാജയപ്പെടാനുണ്ടായ കാരണം എന്തായിരുന്നു? നോക്കിക്കഴിഞ്ഞാൽ നിരവധി കാണാൻ കഴിയും. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ടെണ്ണം മാത്രം ഈ ഖുതുബയിൽ സൂചിപ്പിക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്, ആഗ്രഹിക്കുന്നത്. അതിലൊന്നാമതായി ഖുർആൻ വളരെ കൃത്യമായി നമുക്ക് പറഞ്ഞു നൽകുന്നത്, ആ ഒരു സമൂഹം തങ്ങളുടെ ആദർശത്തെ സംബന്ധിച്ച് അത്ര കോൺഫിഡൻസ് ഉള്ളവരായിരുന്നില്ല, ആത്മവിശ്വാസമുള്ളവരായിരുന്നില്ല എന്നുള്ളതാണ്. തങ്ങളെപ്പറ്റി സ്വന്തം അവരെന്നും താഴ്ന്നവരായി, മറ്റുള്ളവരെ ആശ്രയിക്കേണ്ട, മറ്റുള്ളവരെ മാതൃകയാക്കേണ്ട, സ്വയം മാതൃക സൃഷ്ടിക്കുന്നതിന് പകരം മറ്റുള്ളവരെ മാതൃകയാക്കി മറ്റുള്ളവരെ ആശ്രയിച്ച് അവരുടെ മുന്നിൽ താണുകയാണ് അപേക്ഷിച്ച് ഇഴഞ്ഞു നടക്കേണ്ടവരായിട്ടായിരുന്നു അവരെ സ്വന്തമായി കണ്ടിരുന്നത് എന്നുള്ളതാണ്. അതിന്റെ ഒരു തീവ്രത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു അപകർഷത, അങ്ങേയറ്റത്തെ അപകർഷതയോടുകൂടിയായിരുന്നു അവർ ജീവിച്ചിരുന്നതാണ് ബനൂ ഇസ്രായേൽ ആദ്യ കാലഘട്ടത്തിൽ. മൂസ അലൈഹിസ്സലാം അവരിൽ ജീവിച്ചിരിക്കെ തന്നെ അവർ അങ്ങേയറ്റത്തെ അപകർഷതയോടുകൂടിയായിരുന്നു ജീവിച്ചത്. മറ്റുള്ളവർക്കെല്ലാം എല്ലാം ഉണ്ട്, ഞങ്ങളൊന്നിനും കൊള്ളാത്തവരാണ് എന്ന ഒരു മനോഭാവവുമായിട്ടായിരുന്നു ആ സമൂഹം ജീവിച്ചത്. അതിന്റെ തീവ്രത നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു സംഭവം വിശുദ്ധ ഖുർആൻ നമുക്ക് വിവരിച്ചു നൽകുന്നുണ്ട്. وجاوزنا سورة الأعراف وجاوزنا ببني إسرائيل البحر فأتوا على قوم يعكفون على أصنام لهم. ഫറോവയിൽ നിന്ന് അള്ളാഹു അവരെ രക്ഷിച്ചതിന് ശേഷം മൂസ അലൈഹിസ്സലാം അവരുമായി ഇങ്ങനെ നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സമൂഹത്തിലൂടെ അവർ കടന്നുപോകാണ്. അവിടെ ഒരു സമൂഹത്തെ അവർ കണ്ടു. യഅ്കുഫൂന അലാ അസ്നാമിൻ ലഹും, ഒരു വിഗ്രഹത്തിന് ചുറ്റും തടിച്ചുകൂടി അതിന് പൂജ അർപ്പിച്ച് അതിനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തെ കാണാണ്. ആദർശത്തിന്റെ കാര്യത്തിൽ പോലും അവർ മറ്റുള്ളവരെ ആശ്രയിക്കുന്ന, മറ്റുള്ളവരിലേക്ക് നോക്കി അത് മാതൃകയാക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളായിരുന്നു അവർ. അപ്പൊ ആ സമൂഹത്തെ നോക്കിക്കൊണ്ട് ബനൂ ഇസ്രായേല്യരായ ആളുകൾ മൂസ അലൈഹിസ്സലാമിയോട് ചോദിക്കുന്നുണ്ട്, യാ മൂസ ജഅൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹ. ഇവർക്കൊക്കെ ഒരു വിഗ്രഹമൊക്കെ ഉണ്ടല്ലോ, ഞങ്ങൾക്കും അങ്ങനെ ഒരു വിഗ്രഹത്തെ വേണം എന്ന് മൂസ അലൈഹിസ്സലാമിയോട് അവർ ചോദിക്കാണ്. ആ സമയത്ത് മൂസ അലൈഹിസ്സലാം അവർക്ക് കൊടുക്കുന്ന ഒരു മറുപടിയുണ്ട്, അഗൈറല്ലാഹി അബ്ഗീകും ഇലാഹ വഹുവ ഫദ്ദലകും അലൽ ആലമീൻ. അല്ലാഹു നിങ്ങളെ ലോകരിൽ ശ്രേഷ്ഠരാക്കിയിരിക്കെ, അല്ലാഹു നിങ്ങളെ ലോകരുടെ നേതാക്കളാക്കിയിരിക്കെ, അങ്ങനെ ലോക ശക്തിയായി മാറാൻ, ലോക നേതാക്കളായി മാറാൻ, അവർ ഏറ്റവും ശ്രേഷ്ഠരായി മാറാനുള്ള എല്ലാ സാധ്യതകളും അള്ളാഹു നിങ്ങൾക്ക് തുറന്നു തന്നിരിക്കെ, അതിനുള്ള പൊട്ടൻഷ്യൽ അള്ളാഹു നിങ്ങൾക്ക് നൽകിയിരിക്കെ, അബ്ഗീകും ഇലാഹൻ ആഖർ, മറ്റൊരു ഇലാഹിനെ തേടി, മറ്റൊരു പാത തേടി നിങ്ങൾ പോവാണോ? സൂറത്തുൽ ബഖറയിൽ മറ്റൊരു സ്ഥലത്ത് മൂസ അലൈഹിസ്സലാമയോട് അള്ളാഹു അവരോട് ചോദിക്കുന്നുണ്ട്, അതസ്തബ്ദിലൂന അല്ലദീ ഹുവ അദ്നാ ബില്ലദീ ഹുവ ഖൈർ. ഏറ്റവും ഉത്തമമായതിനെ വലിച്ചെറിഞ്ഞുകൊണ്ട്, പുറകോട്ട് വലിച്ചെറിഞ്ഞ് ഏറ്റവും നിന്ദ്യമായതിനെ നിങ്ങൾ പകരം സ്വീകരിക്കുകയാണോ എന്ന് അള്ളാഹു അവരുടെ ആദർശം വലിച്ചെറിയുന്നതിനെ സംബന്ധിച്ച്, മറ്റുള്ളവരെ മാതൃകയാക്കാനുള്ള അവരുടെ വ്യഗ്രതയെക്കുറിച്ച് അള്ളാഹു പറയുന്നുണ്ട്. സത്യത്തിൽ വിശ്വാസി സമൂഹത്തിനും ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഇത് തന്നെയാണ്. നമ്മൾ ഒന്നിനും കൊള്ളാത്തവരാണ്, മറ്റുള്ളവരെ ആശ്രയിച്ച്, മറ്റുള്ളവരുടെ ആശ്രിതരായി, മറ്റുള്ളവരെ മാതൃകയാക്കി, മറ്റുള്ളവരുടെ മുന്നിൽ തലകുനിച്ച് ജീവിക്കേണ്ടവരാണ് നാം എന്ന ഒരു ആർത്ഥത്തിൽ ഒരു മനോഭാവ അപകർഷത നമ്മയും കാർന്നു തിന്നാൻ തുടങ്ങിയിരിക്കുകയാണ്. ബനൂ ഇസ്രായേല്യർ ഈ ഒരു അപകർഷത കാരണം അവർ മറ്റൊരു തിന്മയിലേക്ക് എത്തപ്പെട്ടു. അതും ഖുർആൻ തന്നെ വിവരിക്കുന്നുണ്ട്. അതെന്താന്ന് ചോദിച്ചാൽ,
അവിശ്വാസികളായ അള്ളാഹുവിന്റെ ശത്രുക്കളായ ആളുകളെ ഉറ്റ മിത്രങ്ങളായി രക്ഷകരായി കാണുക എന്ന ഒരു പ്രവണതയായിരുന്നു ഇതുമൂലം അവരെത്തിച്ചേർന്ന അവരിൽ സംഭവിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു അപജയം. അള്ളാഹു പറയുന്നുണ്ട്, തറ റസൂലെ അങ്ങേക്ക് കാണാൻ കഴിയും കസീറം മിൻഹും, വേദക്കാരിൽ പല ആളുകളെയും, പ്രത്യേകിച്ച് ജൂതന്മാരിൽ പല ആളുകളെയും അങ്ങേക്ക് കാണാം, യതവല്ലൗനല്ലദീന കഫറു, അവര് നിഷേധികളായ അള്ളാഹുവിനെ ശത്രുക്കളായ ആളുകളെ വലിയകളായി ഉറ്റമിത്രങ്ങളായി രക്ഷകരായി സ്വീകരിക്കുന്നതായി റസൂലെ അങ്ങേക്ക് കാണാൻ കഴിയും എന്ന് അവരുടെ ഒരു അടയാളമായി വിശുദ്ധ ഖുർആൻ വിവരിക്കുന്നുണ്ട്. ലബിസമാ ഖദ്ദമത് ലഹും അൻഫുസുഹും, അല്ലാഹു പറഞ്ഞു എത്ര മോശമാണ് അവരാ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി. അൻ സഖിതല്ലാഹു അലൈഹിം, അല്ലാഹുവിന്റെ കോപത്തിൽ അവരെ അർഹരാക്കി മാറ്റുന്ന ഒരു പണിയാണ് അവരാ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് അവരെ പറ്റി, അവരുടെ ആ ചെയ്തിയെ പറ്റി ഖുർആൻ പറയുന്നുണ്ട്. വലൗ കാനു യുഅ്മിനൂന ബില്ലാഹി വന്നബിയ്യി വമാ ഉൻസില ഇലൈഹി മത്തഖദൂഹും ഔലിയ, അവർ സത്യത്തിൽ അല്ലാഹുവിലും അവന്റെ പ്രവാചകരിലും അവർക്ക് അല്ലാഹു അവതരിപ്പിച്ച വേദഗ്രന്ഥത്തിലും വിശ്വസിക്കേണ്ടതുപോലെ അവർ വിശ്വസിക്കാൻ തയ്യാറായിരുന്നുവെങ്കിൽ മത്തഖദൂഹും ഔലിയ, ഈ രൂപത്തിൽ നിഷേധികളായ അള്ളാഹുവിന്റെ ശത്രുക്കളായ ആളുകളെ വലിയകളായും രക്ഷകരായും സ്വീകരിക്കേണ്ടുന്ന ഒരു ഗതികേട്, അങ്ങനെ ഒരു ആവശ്യകത അവർക്ക് വരില്ലായിരുന്നു എന്ന് അള്ളാഹു വളരെ കൃത്യമായി സൂറ മാഇദയിലൂടെ പറഞ്ഞു വെക്കാണ്. എന്നിട്ട് അള്ളാഹു നമ്മോട് പറയാണ്, അതുകൊണ്ട് വിശ്വാസികളെ, യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, ലാ തത്തഖിദുൽ കാഫിരീന ഔലിയ, അവരെ പോലെ നിങ്ങളും നിഷേധികളായ അള്ളാഹുവിന്റെ ശത്രുക്കളെ വലിയകളായും ആത്മമിത്രകളായും രക്ഷകരായും നിങ്ങൾ കാണാതിരിക്കുക. ലാ തത്തഖിദുൽ കാഫിരീന ഔലിയ മിൻ ദൂനിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളെ വിശ്വാസികളെ തഴഞ്ഞുകൊണ്ട് നിങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ അവിശ്വാസികളായ നിഷേധികളായ ആളുകളെ വലിയകളായി സ്വീകരിക്കാതിരിക്കുക. അതുരീദൂന അൻ തജഅലൂ ലില്ലാഹി അലൈക്കും സുൽത്താനം മുബീന, നിങ്ങൾക്ക് തന്നെയും നിങ്ങളെ നശിപ്പിക്കാനുള്ള ഒരു ഹേതു നിങ്ങൾ തന്നെയും വരുത്തി വെക്കുകയാണോ? നിങ്ങളെ തന്നെ നശിപ്പിച്ച് കളയാനുള്ള കാരണം അള്ളാഹുവിന് ഉണ്ടാക്കി കൊടുക്കുകയാണോ എന്ന് അള്ളാഹു ചോദിക്കണം. എന്ന് പറഞ്ഞാൽ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി നമ്മുടെ നാശത്തിന്റെ പ്രവൃത്തിയാണ്. നാം നമ്മെ തന്നെ നശിപ്പിക്കാനുള്ള ഒരു പാതയിലേക്കാണ് അതിലൂടെ കടക്കുക എന്നുള്ളതാണ്. സൂറത്തുൽ മുംതഹിനിൽ അല്ലാഹു പറഞ്ഞല്ലോ, യാ അയ്യുഹല്ലദീന ആമനു ലാ തത്തഖിദു അദുവി വഅദുവക്കും ഔലിയ, എന്റെയും നിങ്ങളുടെയും ശത്രുക്കളെ നിങ്ങൾ വലിയകളായി ആത്മമിത്രങ്ങളായി രക്ഷകരായി സ്വീകരിക്കാതിരിക്കുക. അള്ളാഹു വിശ്വാസികളെ സ്നേഹത്തോടെ വിളിച്ച് പറയാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ചങ്ങാത്തമാകട്ടെ, കൂട്ടുകെട്ടാകട്ടെ, രക്ഷകർത്തൃത്വമാകട്ടെ, ഇതെല്ലാം ആദർശബന്ധിതമായിരിക്കണം. അസ്തിത്വം മറന്നുകൊണ്ട് ആദർശം വലിച്ചെറിഞ്ഞുകൊണ്ടായിരിക്കരുത് നമ്മൾ സുഹൃത്തുക്കളെയും ഉറ്റ ബന്ധങ്ങളെയും സ്വീകരിക്കേണ്ടത് എന്നതാണ്. ഇന്ന് നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അപജയത്തിന്റെ നിരവധി കാരണങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാരണം ഇത് തന്നെയാണ്. ഇസ്ലാമിക വിരോധികളായ അള്ളാഹുവിനോടും അള്ളാഹുവിന്റെ ദീനിനോടും ആ ദീനനുസരിച്ച് ജീവിക്കുന്ന, അത് ഉൾക്കൊണ്ടിരിക്കുന്ന അതിന്റെ അനുയായികളോടും അങ്ങേയറ്റത്തെ അമർഷവും രോഷവും വെച്ച് പുലർത്തി ജീവിക്കുന്ന ആളുകൾ, ആ ഉമ്മത്ത് എങ്ങനെയെങ്കിലും തകർന്നു കാണാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, ഒരു നിലക്കും ഈ ഉമ്മത്ത് സാമ്പത്തികമാകട്ടെ, അത് സാമൂഹികമാകട്ടെ, സാമുദായികമാകട്ടെ, വിദ്യാഭ്യാസപരമായിട്ടാകട്ടെ, ഏത് നിലക്കാണെങ്കിലും ഇവരൊന്ന് തകർന്നു കാണണമെന്ന് കിനാവ് കണ്ടുറങ്ങുന്ന ചില ആളുകൾ, ഒരർത്ഥത്തിൽ നമ്മുടെ അഭിവൃദ്ധിയോ പുരോഗതിയോ ഉയർച്ചയോ ഉൾക്കൊള്ളാൻ തയ്യാറാകാത്ത ചില വിഭാഗം, ആ വിഭാഗത്തെ ഉറ്റമിത്രങ്ങളായും രക്ഷകരായും സ്വീകരിക്കുന്ന തരത്തിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞാൽ അത് തന്നെയാണ് നമ്മുടെ അപജയത്തിന്റെ ഏറ്റവും ഒന്നാമത്തെ കാരണമായി നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് ആഗോളതലത്തിൽ നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പരാജയം അത് തന്നെയാണ്. എത്രമാത്രം സംസ്കാര ശൂന്യരായ അധർമ്മകാരികളായ അധമന്മാരായ ആളുകളെയാണ് നാം രക്ഷകരായി കണ്ടുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ ഉറ്റമിത്രങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ആഗോളതലത്തിൽ മാത്രമല്ല, ദേശീയ തലത്തിലും നാം ഇനി അനുഭവിക്കാനിരിക്കുന്ന ഏറ്റവും വലിയ ഭവിഷ്യത്ത് ഇത് തന്നെയാണ്. വളരെ അള്ളാഹുവിന്റെ ശത്രുക്കളായ ആളുകളെ നിസ്സാരമായ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി, അതല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ അടിമത്വത്തിന്റെ പേരിൽ നമ്മൾ അവരെ ഏറ്റവും ഉറ്റമിത്രങ്ങളായി, അവർക്ക് നമ്മുടെ പൊതുശത്രുവിന് വളരാനുള്ള വളമായി സ്വയം മാറുന്ന തരത്തിലേക്ക് നാം കൂപ്പുകുത്താതിരിക്കുക. അങ്ങനെ ഒരു നിലപാട് വിശ്വാസി സമൂഹം എടുക്കാതിരിക്കുക എന്നുള്ളത് ഓരോ മുസ്ലിമിന്റെയും അടിസ്ഥാനപരമായിട്ടുള്ള കർത്തവ്യമാണ്, ദൗത്യമാണ്. അതിൽ യാതൊരു സംശയമില്ല. ഈ ഒരു നിലപാടിൽ നമുക്കുണ്ടായ അപജയം തന്നെയാണ് വിശ്വാസി സമൂഹം ഈ രൂപത്തിൽ ഭീരുക്കളായി, അശക്തരായി, ബലഹീനരായി മാറാനുണ്ടായ ഏറ്റവും വലിയ കാരണം എന്ന് നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കുക. അല്ലാഹു പറയുന്നുണ്ട്,
ഹാ അൻതും ഹൗലാഇ തുഹിബ്ബൂനഹും വലാ യുഹിബ്ബൂനകും. സൂറ ആല ഇംറാനിലെ 119-ാമത്തെ ആയത്താണ്. നിങ്ങൾ ഒരുപക്ഷെ അവരെ സ്നേഹിക്കുന്നുണ്ടാകാം, നിങ്ങൾ ഒരുപക്ഷെ ആത്മാർത്ഥമായി അവരെ ഇഷ്ടപ്പെടുന്നുണ്ടാകാം, എന്നാൽ നിങ്ങൾ മനസ്സിലാക്കണം, വലാ യുഹിബ്ബൂനകും, അവർ നിങ്ങളെ കാര്യമാക്കുന്നില്ല കേട്ടോ. വലാ യുഹിബ്ബൂനകും, അവർ നിങ്ങളെ പരിഗണിക്കുന്നില്ല, അവർ നിങ്ങളെ സ്നേഹിക്കുന്നുമില്ല. വഇദാ ഖലൗ അദ്ദു അലൈകുമുൽ അനാമിന മിനൽ ഗൈദ്, അവർ നിങ്ങളോടുള്ള രോഷം കാരണം അവർ അവരുടേതായ സ്വകാര്യ ഇടങ്ങളിലേക്ക് എത്തുമ്പോൾ നിങ്ങളെ നോക്കി അവരുടെ വിരലുകൾ രോഷം കാരണം കടിച്ചു തുപ്പുന്നുണ്ട് എന്ന് സൂറ ആല ഇംറാനിലെ 119-ാമത്തെ ആയത്തിലൂടെ ഇത്തരം ആളുകളുടെ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക സമൂഹം നശിക്കുക എന്നത് അവരുടെ നയമായി നിലപാടായി സ്വീകരിച്ചിരിക്കുന്ന വിഭാഗത്തെ സംബന്ധിച്ച് അത് എന്നെന്നും നിലനിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമായി ഖുർആൻ നമുക്ക് പറഞ്ഞു തന്നിരിക്കെ എങ്ങനെയാണ് മറ്റൊരു നിലപാട് നമുക്ക് സ്വീകരിക്കാൻ സാധിക്കുക? യുഖ്രിജൂന റസൂല വഇയ്യാക്കും, നിങ്ങളെല്ല നിങ്ങളുടെ പ്രവാചകനെ പോലും പുറന്തള്ളുക എന്നതാണ് അവരുടെ നിലപാട്. ഇന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്നില്ലെങ്കിലും ആ പ്രവാചകന്റെ നിലപാടുകളെ സമൂഹത്തിൽ നിന്ന് പിഴുതെറിയാനാണ് അവർ ആഗ്രഹിക്കുന്നത്. ആ പ്രവാചകനെ പിന്തുടരുന്ന ആളുകളെ സമൂഹത്തിൽ നിന്ന് പുറന്തള്ളാനാണ് അവർ ആഗ്രഹിക്കുന്നത്. ഏത് നാടുകളിൽ അങ്ങനെ തന്നെയാണ്. ദേശീയ തലത്തിലാകട്ടെ ആഗോളതലത്തിലാകട്ടെ, യുഖ്രിജൂന റസൂല വഇയ്യാക്കും, തരം കിട്ടിയാൽ നിങ്ങളെ ഇവിടെ നിന്ന് ചവിട്ടി പുറത്താക്കണം, പുറന്തള്ളണം എന്ന ഒരു ആഗ്രഹവുമായിട്ട് ലക്ഷ്യവുമായിട്ട് ജീവിക്കുന്ന ആ ആളുകളുമായിട്ട് നിങ്ങൾ ഉറ്റബന്ധം, നിങ്ങൾ അവരെ രക്ഷകരായെങ്കിലും കാണാതിരിക്കുക എന്ന് അള്ളാഹു നമ്മുടെ സ്നേഹത്തോട് ഉണർത്താണ്. തുസിറൂന ഇലൈഹിം ബിൽ മവദ്ദ, നിങ്ങൾ ഒളിഞ്ഞും പാത്തും പതുങ്ങിയും രഹസ്യമായും പരസ്യമായും അവരുമായിട്ട് നിങ്ങൾ പല രൂപത്തിലുള്ള ഡീലുകൾ ഉണ്ടാക്കുകയാണെങ്കിൽ, നിങ്ങൾ സന്ധിയിൽ ഏർപ്പെടുകയാണെങ്കിൽ, നിങ്ങൾ ഉടമ്പടി ഉണ്ടാക്കുകയാണെങ്കിൽ അള്ളാഹു പറയാതെ നിങ്ങൾക്ക് തന്നെയുള്ള നാശത്തിന്റെ കാരണമായിട്ട് മാറും. അതൊരു സമയത്തിന്റെ അതിന്റെ മാറ്റർ ഓഫ് ടൈം മാത്രമാണ്. അത് കുറച്ച് സമയം നിങ്ങൾ അതിന് കാത്തിരിക്കേണ്ടി വരും എന്നത് മാത്രമാണ്. ചിലപ്പോൾ അതുപോലും വേണ്ടി വരികയില്ല. നമ്മൾ അബ്രഹാം അക്കോർഡ്സ് വീണ്ടും ചർച്ചയാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. ഒരുപാട് കാലം സയനിസ്റ്റ് ഭീകര രാഷ്ട്രമായിരുന്ന ഇസ്രായേലിനെ ഒറ്റപ്പെടുത്തിയിരുന്ന ഇസ്ലാമിക രാഷ്ട്രങ്ങൾ പലരും അവരുമായിട്ടുള്ള ബന്ധത്തെ നോർമലൈസ് ചെയ്യാൻ അതിനൊരു പുകമറയായി കൊണ്ടുവന്നൊരു കാര്യമാണ് അബ്രഹാം അക്കോർഡ്സ് എന്നുള്ളത്. ആ അബ്രഹാം അക്കോർഡ്സുമായി ബന്ധപ്പെട്ട് പല ചർച്ചകൾ വീണ്ടും വന്നിരിക്കുകയാണ്. കാരണം ഇത്രമാത്രം തീവ്രമായി, ഇത്രമാത്രം കഠിനമായി ഇസ്ലാമിക വിരോധം അത് കൃത്യമായി ഇപ്പോ അവർ കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിൽ ഒപ്പിട്ടിരിക്കുന്ന ഇസ്ലാമിക രാഷ്ട്രങ്ങൾ പലതും അത് മാറി ചിന്തിക്കാൻ പോലും തയ്യാറാകുന്നില്ല. അതിൽ ഞാൻ ഒഴിഞ്ഞു മാറേണ്ടതുണ്ടോ എന്നുപോലും ചിന്തിക്കാൻ പറ്റാത്ത തരത്തിൽ ആലോചിക്കുക. ഈ ലോകത്ത് നശീകരണ പ്രവർത്തനങ്ങൾക്ക് മാത്രം നേതൃത്വം കൊടുത്ത ഒരു വിഭാഗത്തെ എങ്ങനെയാണ് നമുക്ക് രക്ഷകരായി കാണാൻ കഴിയുക? ഇറാഖിലാകട്ടെ, അഫ്ഗാനിസ്ഥാനിലാകട്ടെ, ലിബിയയിലാകട്ടെ, സുഡാനിലാകട്ടെ, ഏത് രാജ്യം എടുക്കുക, സിറിയയിലാകട്ടെ, യമനിലാകട്ടെ, ഏത് രാജ്യങ്ങൾ എടുത്തു നോക്കിയാലും ലിബിയയിലാകട്ടെ, അവിടങ്ങളിലൊക്കെയും നശീകരണ പ്രവൃത്തി മാത്രം ചെയ്ത ആ ദേശങ്ങളെ ചവച്ചു തുപ്പിയ ഒരു വിഭാഗത്തെ ഞങ്ങളുടെ രക്ഷകരായി, അവരിലൂടെ മാത്രമേ നമുക്ക് അജയ്യതയും, അവരിലൂടെ മാത്രമേ നമുക്ക് പ്രതാപവും, അവരിലൂടെ മാത്രമേ നമുക്ക് രക്ഷയും ഉണ്ടാവുകയുള്ളൂ എന്ന് ചിന്തിക്കുന്ന തരത്തിലേക്ക് നമ്മൾ അധപ്പതിച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് മുസ്ലിമീങ്ങൾ എന്ന നിലക്ക്, വിശ്വാസികൾ എന്ന നിലക്ക്, അള്ളാഹുവിൽ വിശ്വസിക്കുന്ന നിലക്ക്, വിശുദ്ധ ഖുർആനിൽ വിശ്വസിക്കുന്നവരെന്ന നിലക്ക്, അള്ളാഹുവിന്റെ റസൂലിനും സഹാബത്തിലും അവരുടെ സീറകളിലും വിശ്വസിക്കുന്നവരെന്ന നിലക്ക് എങ്ങനെയാണ് നമുക്ക് വീണ്ടും ഉയർച്ച ഉണ്ടാവുക? നമ്മുടെ നിന്ദ്യത നമ്മൾ തന്നെയും വിളിച്ചു വരുത്തിക്കൊണ്ടിരിക്കുകയല്ലേ? നമ്മൾ ആലോചിച്ച് നോക്കുക. ഇത് ഇത്തരം ആളുകൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ മാത്രം സ്വീകരിക്കുന്ന നിലപാടല്ല. എല്ലാ കാലത്തിലും അവരുടെ നിലപാട് അത് തന്നെയായിരിക്കും. അത് ഏതെങ്കിലും താൽക്കാലികമായ രാഷ്ട്രീയ തീരുമാനങ്ങളല്ല. അവരവസരം കിട്ടിയാൽ അവരുടെ കയ്യും മെയ്യും നഖവും പല്ലും ഉപയോഗിച്ച് സാധിക്കുന്ന രൂപത്തിലെല്ലാം നിങ്ങളെ കടിച്ചു കീറാൻ, നിങ്ങളെ തകർത്തെറിയാൻ, നിങ്ങളുടെ സ്വത്തും നിങ്ങളുടെ സമ്പാദ്യവും നിങ്ങളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നിങ്ങളുടെ ഭവനങ്ങളും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളുടെ മക്കളെയും വലിച്ചെറിയാൻ, പിഴുതെറിയാൻ, ദുരുപയോഗം ചെയ്യാൻ പാത്തു നിൽക്കുന്ന ആ വിഭാഗവുമായിട്ട് ഒരർത്ഥത്തിലും നമുക്ക് സഹകരിക്കുക സാധ്യമല്ല. ആ വിഭാഗത്തിന് വളമാകുന്ന നിലയ്ക്ക് ഒരർത്ഥത്തിലും നിലപാടെടുക്കുക എന്നുള്ളത് വിശ്വാസികൾക്കും ഒരർത്ഥത്തിലും യോജിക്കുന്നതല്ല എന്ന് ഖുർആനിനെ മുൻനിർത്തി നമ്മൾ മനസ്സിലാക്കുക. കാരണം ലൗ തക്ഫുറൂൻ, അവരുടെ പരമമായ ലക്ഷ്യം ലൗ തക്ഫുറൂൻ, നിങ്ങളൊന്ന് നിഷേധത്തിലേക്ക് വരണം, നിങ്ങളൊന്ന് കുഫ്രിലേക്ക് വരണം, നിങ്ങൾ അള്ളാഹുവിനോട് കുഫ്ർ കാണിക്കുന്ന ആളുകളായിട്ട് മാറണം. അങ്ങനെ മാറാൻ നിങ്ങൾ തയ്യാറായി കഴിഞ്ഞാൽ അവർക്ക് പിന്നെ പ്രശ്നമില്ല.
ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിക്കാനാണ് ഈ രൂപത്തിലെല്ലാം അവർ നിങ്ങളെ ശത്രുക്കളായി കണ്ടുകൊണ്ടിരിക്കുന്നത്, അവർ നിങ്ങളെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ തയ്യാറായി കഴിഞ്ഞാൽ അവർക്കും പ്രശ്നമില്ല, നിങ്ങൾക്കും പ്രശ്നമില്ല. വവദ്ദു ലൗ തക്ഫുറൂൻ, അവരുടെ പരമമായ ലക്ഷ്യം ഈ കുഫ്റിലേക്ക് നിങ്ങൾ എടുത്തുക. വദ്ദു ലൗ തക്ഫുറൂന കമാ കഫറു, അവരെ നിഷേധിച്ച് ജീവിക്കുന്ന പോലെ, നിഷേധികളായി ജീവിക്കുന്നത് പോലെ, അള്ളാഹുവിനോട് ശത്രുതയുള്ളവരായി ജീവിക്കുന്നത് പോലെ നിങ്ങളും അള്ളാഹുവിനെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തി വിശുദ്ധ ഖുർആനെയും പ്രവാചകനെയും ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്താൻ തയ്യാറായിരുന്നുവെങ്കിൽ എന്നതാണ് അവരുടെ ആഗ്രഹം. അതാണ് അവരുടെ മനസ്സിലുള്ള ആഗ്രഹം എന്ന് അള്ളാഹു പറയുന്നു. ഒരിക്കലും നിങ്ങളുടെ ജീവൻ അപഹരിക്കുക എന്നുള്ളതല്ല, നിങ്ങളുടെ സമ്പത്ത് അപഹരിക്കുക, അതെല്ലാം ഇതിനുള്ള ഒരു മാർഗങ്ങളായിട്ടാണ് അവർ കാണുന്നത്. ഇതിലേക്ക് എത്തിക്കുക എന്നുള്ള ലക്ഷ്യം. ഒരുപക്ഷെ ഇതൊന്നുമില്ലാതെ നിങ്ങൾ കുഫ്റിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അത് മതി. അങ്ങനെയുള്ള ഒരു ആശയത്തെ പ്രചരിപ്പിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഈ രൂപത്തിൽ നിങ്ങളെ ആക്രമിക്കാതെ, നിങ്ങളുടെ ഭവനങ്ങൾ തട്ടിയെടുക്കാതെ തന്നെ നിങ്ങൾ അള്ളാഹുവിന്റെ ജീവിതത്തിൽ നിന്ന് മാറ്റാൻ തയ്യാറാണെങ്കിൽ, നിങ്ങൾ റസൂലിന്റെ ജീവിതത്തിൽ നിന്ന് മാറ്റാൻ തയ്യാറാണെങ്കിൽ അത് സ്വാഗതാർഹമാണ്. അതിൽ ഞങ്ങൾക്ക് പ്രശ്നങ്ങളില്ല. അതാണ് വവദ്ദു ലൗ തക്ഫുറൂൻ, നിങ്ങളൊരു നിഷേധികളാകണം എന്നതാണ് അവരുടെ പരമമായ ലക്ഷ്യം. വിശ്വാസ സമൂഹം ഈ രൂപത്തിൽ അവിശ്വാസികളായ അള്ളാഹുവിന്റെ ശത്രുക്കളോട് ഈ രൂപത്തിൽ നിലപാട് സ്വീകരിക്കാൻ അവർ പറയുന്ന കാരണങ്ങൾ എന്താണ്, ന്യായങ്ങൾ എന്താണ് എന്നുപോലും അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. എന്തൊക്കെയായിരിക്കും അവർ പറയുന്ന ന്യായങ്ങൾ? സൂറത്തുൻ നിസായിലെ 138-ാമത്തെ ആയത്തിൽ 139-ാമത്തെ ആയത്തിലും അള്ളാഹു പറയാണ്, ബശ്ശിരിൽ മുനാഫിഖീൻ ബിഅന്ന ലഹും അദാബൻ അലീമ, കപടവിശ്വാസികളായ ആളുകളോട് നിങ്ങൾ പറയുക, സന്തോഷവാർത്ത അറിയിക്കുക, അതികഠിനമായ വേദനാജനകമായ ഒരു ശിക്ഷയാണ് അള്ളാഹു അവർക്ക് ഒരുക്കി വെച്ചിരിക്കുന്നത്. എന്താണ് അവർ ചെയ്ത പാതകം? എന്താണ്? ആരാണ് ഈ കപടവിശ്വാസികൾ? അല്ലദീന യത്തഖിദൂനൽ കാഫിരീന ഔലിയാ മിൻ ദൂനിൽ മുഅ്മിനീൻ, വിശ്വാസികളെ തഴഞ്ഞുകൊണ്ട്, വിശ്വാസികളോട് പുറംകൂച്ച് കാണിച്ചുകൊണ്ട്, വിശ്വാസികളെ തള്ളിമാറ്റിക്കൊണ്ട്, അവരുടെ വിശ്വാസികളുടെ താല്പര്യങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് അവിശ്വാസികളായ അള്ളാഹുവിന്റെ ശത്രുക്കളെ വലിയകളായി സ്വീകരിക്കുന്ന ആളുകൾ. എന്തിനാണ് അങ്ങനെ സ്വീകരിക്കുന്നത്? അയബ്തഗൂന ഇൻദഹുമുൽ ഇസ്സ, അള്ളാഹു ചോദിക്കണം, പ്രതാപം ആഗ്രഹിച്ചിട്ടാണോ? പലരും ഈ രൂപത്തിൽ നിലപാട് സ്വീകരിക്കുക പ്രതാപത്തിന് വേണ്ടിയാണ്. അങ്ങനെ നിന്നാൽ മാത്രമേ നമുക്ക് പ്രതാപം ഉണ്ടാവുകയുള്ളൂ, അതല്ലെങ്കിൽ ഞങ്ങൾ അടിച്ചമർത്തപ്പെടും, അതല്ലെങ്കിൽ ഞങ്ങൾ നശിച്ചു പോകും എന്നൊരു തെറ്റിദ്ധാരണ. അയബ്തഗൂന ഇൻദഹുമുൽ ഇസ്സ, ആ ഇസ്സത്ത് ആഗ്രഹിച്ചിട്ടാണോ നിങ്ങൾ അവരുടെ പിന്നാലെ പോകുന്നത്? എങ്കിൽ അറിയുക, ഫഇന്നൽ ഇസ്സത ലില്ലാഹി ജമീഅ, ഫഇന്നൽ ഇസ്സത ലില്ലാഹി ജമീഅ, ഇസ്സത്തിന്റെ ഉടമസ്ഥൻ അത് അല്ലാഹു ആണ്. വഹുവൽ അസീസുൽ ഹകീം, അവനാണ് അജയ്യൻ, ആ ഇസ്സത്ത് സൃഷ്ടിച്ചവൻ അവനാണ്. തുഇസ്സു മൻ തശാ വതുദില്ലു മൻ തശാ, ഇസ്സത്ത് നൽകുന്നവനും എടുക്കുന്നവൻ അവനാണ്. അതുകൊണ്ട് ആ റബ്ബിനെ മാറ്റി നിർത്തിക്കൊണ്ട് പ്രതാപത്തിന് വേണ്ടി അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് വിരുദ്ധമായി നിങ്ങൾ പ്രവർത്തിക്കാതിരിക്കുക. അതല്ല വല്ലത് നഷ്ടപ്പെട്ടു പോകുമോ എന്ന ഭയമാണോ? സൂറ ആല ഇമ്രാൻ അള്ളാഹു പറയാണ്, യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, ലാ തത്തഖിദുൽ യഹൂദ വൻ നസാറ ഔലിയ, യഹൂദ് നസാറാക്കളെ നിങ്ങൾ നിങ്ങളുടെ പരമമായ രക്ഷകരായി നിങ്ങൾ കാണരുത്. അവര് നിങ്ങളുടെ രക്ഷകരായി നിങ്ങൾ കാണരുത്, അവരുടെ നിങ്ങളുടെ അലൈകളായി നിങ്ങൾ അവരെ കാണരുത്. കാരണം ബഅ്ളുഹും ഔലിയാഉ ബഅദ്, അവര് പരസ്പരം ഉടമ്പടിയിലാണുള്ളത്, അവര് പരസ്പരം വലിയകളാണ്, രക്ഷകരാണ്, ഉറ്റ സുഹൃത്തുക്കളാണ്, ആത്മമിത്രങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾ അവരെ വലിയകളായി കാണേണ്ടതില്ല. നമ്മൾ ഗ്രേറ്റർ ഇസ്രായേൽ പ്ലാനിനെ പറ്റി നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാകും. യൂഫ്രട്ടീസ് മുതൽ നൈൽ വരെ വിശാലമായി നിൽക്കുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ സ്വപ്നം കാണുന്നത്. അതിൽ തന്നെയും ചില ആളുകൾ, വളരെ തീവ്ര നിലപാടുള്ള ആളുകൾ, ഖൈബർ വരെ സൗദി അറേബ്യയെ കൂടി ഉൾപ്പെട്ടുകൊണ്ടുള്ള ഒരു മാപ്പാണ് അവർ ഉയർത്തി കാണിക്കുന്നത്. ഈ ഒരു കൃത്യമായ ഈ നിലപാടുമായിട്ട് പോകുന്ന ഒരു രാജ്യമായിട്ടാണ് ചില മുസ്ലിം രാഷ്ട്രങ്ങൾ നോർമലൈസേഷന് വേണ്ടി പണിയെടുക്കുന്നത് എന്നതുകൂടി, ആ ഒരു വിരോധാഭാസം കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ അള്ളാഹു പറയാണ്, യാ അയ്യുഹല്ലദീന ആമനു ലാ തത്തഖിദു ബിത്താനത മിൻ ദൂനിക്കും, നിങ്ങളല്ലാത്ത പുറത്തുനിന്നുള്ള ആളുകളെ നിങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങൾ ഏൽപ്പിക്കരുത്. ലാ തത്തഖിദു ബിത്താനത മിൻ ദൂനിക്കും, കാരണം ലാ യലൂനകും ഖബാല, നിങ്ങൾക്ക് ദുരന്തം വരുത്താൻ, നിങ്ങളെ നശിപ്പിക്കാൻ, നിങ്ങൾക്ക് നഷ്ടം വരുത്തുന്ന ഒരവസരവും അവർ പാഴാക്കൂല. ലാ യലൂനകും ഖബാല വദ്ദു മാ അനിത്തും, നിങ്ങൾ വേദനിക്കുന്നത് കാണാൻ, നിങ്ങൾ പ്രയാസപ്പെടുന്നത് കാണാനാണ് അവർ ആഗ്രഹിക്കുന്നത്, ഒരിക്കലും നിങ്ങളുടെ രക്ഷയല്ല ആഗ്രഹിക്കുന്നത്. അപ്പോ ഈ ഗ്രേറ്റർ ഇസ്രായേലിന് വേണ്ടി ഇപ്പൊ നിലവിലുള്ള യുദ്ധമൊക്കെ കഴിഞ്ഞ് ആ ഗ്രേറ്റർ ഇസ്രായേൽ സാക്ഷാത്കരിക്കാൻ ഇന്ന് നിലവിലുള്ള മുസ്ലിം രാഷ്ട്രങ്ങൾക്കെതിരിൽ സയനിസ്റ്റ് ഭീകരർ തിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നുണ്ടോ, നമ്മൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ ഈ സാമ്രാജ്യത്വ ശക്തി അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ ഇസ്രായേലിനെതിരിൽ മുസ്ലിമീങ്ങൾക്ക് വേണ്ടി, അവിടെയുള്ള അറബ് രാഷ്ട്രങ്ങൾക്ക് വേണ്ടി നിലകൊള്ളും എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? ഒരാളും അങ്ങനെ ചിന്തിക്കുന്നില്ല. കാരണം അത് സാധ്യമല്ല. അതാണ് അള്ളാഹു പറഞ്ഞത്, ബഅ്ളുഹും ഔലിയാഉ ബഅദ്, അവർ പരസ്പരം വലിയകളാണ് എന്ന് വളരെ കൃത്യമായി ഖുർആൻ പറഞ്ഞു വെച്ചിരിക്കുന്നു. പക്ഷേ എന്നിട്ട് കൂടി ഫതറല്ലദീന ഫീ ഖുലൂബിഹിം മറദുൻ, ഹൃദയത്തിൽ രോഗമുള്ള ആളുകളെ റസൂലേ അങ്ങേക്ക് കാണാം.
യുസാരിഊന ഫീഹിം, അവരുമായിട്ട് സ്നേഹബന്ധം പുലർത്താൻ, അവരുമായിട്ട് ചങ്ങാത്തം പുലർത്താൻ വ്യഗ്രത കാണിക്കുന്നതായി, ധൃതി കൂട്ടുന്നതായി ചില ആളുകളെ അങ്ങേക്ക് കാണാൻ കഴിയും. എന്താണ് അവരുടെ ന്യായം? യഖൂലൂന നഖ്ശ അൻ തുസീബനാ ദായിറ, ഞങ്ങൾക്ക് വല്ല പ്രയാസവും വന്നേക്കുമോ, അവരെ ഉറ്റമിത്രങ്ങളായി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് വല്ല സാമ്പത്തിക നഷ്ടവും വന്നേക്കുമോ, ക്ഷാമം വന്നേക്കുമോ എന്ന് ഞങ്ങൾ ഭയപ്പെടുന്നു എന്നായിരിക്കും അവർ ന്യായം പറയുക എന്നുകൂടി അള്ളാഹു അവിടെ ആ ആയത്തിൽ പറഞ്ഞു വെക്കണം. അതുകൊണ്ട് അള്ളാഹുവിന്റെ കോപത്തിനിരയായ, അള്ളാഹുവിന്റെ കോപത്തിന് പാത്രമായ ആ വിഭാഗത്തെ ഒരർത്ഥത്തിലും നമ്മുടെ സഹായികളായി, അവർ നമ്മുടെ സഹകാരികളായി സ്വീകരിക്കുക എന്നുള്ളത് ഒരിക്കലും ഒരു വിശ്വാസിക്ക് ഭൂഷണമായിട്ടുള്ള കാര്യമല്ല. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തതവല്ലൗ ഖൗമൻ ഗളിബല്ലാഹു അലൈഹിം, അള്ളാഹുവിന്റെ കോപം ഇറങ്ങിയ ഒരു വിഭാഗത്തെ നിങ്ങൾ രക്ഷകരായി, നിങ്ങൾ നിങ്ങളുടെ ഉറ്റ സുഹൃത്തുക്കളായി, വലിയകളായി, മുഅ്മിനീങ്ങളെ നിങ്ങൾ സ്വീകരിക്കാതിരിക്കുക എന്ന് സൂറത്ത് മുംതഹിനിൽ അള്ളാഹു ഉണർത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ദില്ലത്ത്, നമ്മുടെ ഈ നിന്ദ്യത എന്നുള്ളത് നാം സ്വയം വരുത്തി വെച്ചിരിക്കുന്നതാണ്. ഇസ്സത്ത് വേണ്ട എന്ന് നാം സ്വയം തീരുമാനിച്ചിരിക്കുകയാണ്. ബനു ഇസ്രായേലിയരായ ആളുകളെ പറ്റി അള്ളാഹു പറയുന്നുണ്ട്, വലഖദ് ബവ്വഅനാ ബനി ഇസ്രായീല മുബവ്വഅ സിദ്ഖ്, ബനു ഇസ്രായേലിയർക്ക് അള്ളാഹു ഏറ്റവും ഉത്തമമായ, ഏറ്റവും ശ്രേഷ്ഠമായ ഇടങ്ങളായിരുന്നു, രാജ്യങ്ങളായി നാം നൽകിയത്. വറസഖ്നാഹും മിനത് ത്വയ്യിബാത്ത്, ഏറ്റവും നല്ല റിസ്ഖായിരുന്നു നാം അവർക്ക് നൽകിയത്. ഇന്ന് നമ്മളിലേക്ക് നോക്കിയാൽ ഇന്ന് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ട്രേഡ് റൂട്ടുകൾ, വ്യാപാര റൂട്ടുകൾ, കടലിടുക്കുകൾ, ജലപാതകൾ, ഇതൊക്കെ ഇന്നും അതിൽ ബഹുഭൂരിഭാഗവും ഇന്നും വിശ്വാസികളുടെ മുസ്ലിം രാഷ്ട്രങ്ങളുടെ കയ്യിലാണെന്ന് കാണാൻ കഴിയും. ഇപ്പോ ഹുർമൂസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട ചർച്ചകളിലൂടെ നമുക്കറിയാം എങ്ങനെയാണ് ഒരു ആ സ്ട്രെയിറ്റ്, ആ ഒരു കടലിടുക്ക് എങ്ങനെയാണ് ലോകത്തെ മുഴുവൻ പ്രതിസന്ധിയിലാക്കിയത് നമുക്കറിയാം. അതുപോലെ വളരെ സുപ്രധാനമായ ഒന്നാണ് സൂയിസ് കനാൽ എന്നുള്ളത്. സൂയിസ് കനാൽ ഏതാനും മണിക്കൂറുകൾ അടഞ്ഞു പോയാൽ ലോകം മുഴുവൻ പ്രതിസന്ധിയിലേക്ക് മാറും, ഭക്ഷ്യ ക്ഷാമത്തിലേക്ക് പോകും. ആ സൂയിസ് കനാൽ ആരാണ് നിയന്ത്രിക്കുന്നത്? ഏഷ്യയെയും യൂറോപ്പിനെയും ബന്ധിപ്പിക്കുന്ന ആ സൂയിസ് കനാൽ പരിപൂർണമായും ഈജിപ്തിന്റെ കീഴിലാണുള്ളത്, ഈജിപ്തിന്റെ ഭരണത്തിലാണുള്ളത്. അതുപോലെ തന്നെ ബാബുൽ മന്ദബ് എന്ന് പറയുന്ന ആ റെഡ് സീയിലേക്കുള്ള ആ കവാടം അത് യമനിന്റെ കയ്യിലാണുള്ളത്. റെഡ് സീ തന്നെയും അതിൽ വിവിധ ഇസ്ലാമിക രാജ്യങ്ങൾ, ഇസ്ലാമിക രാഷ്ട്രങ്ങളാണ് റെഡ് സീ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. സൗദി അറേബ്യയും യമനും സുഡാനും ഈജിപ്തും പോലുള്ള രാജ്യങ്ങളാണ്. പക്ഷെ എന്നിട്ട് കൂടി എങ്ങനെയാണ് നമുക്ക് ദില്ലത്ത് വരുന്നത്? നമ്മൾ ആലോചിക്കും. എന്നിട്ടും നമ്മളിങ്ങനെ നിന്ദരാകുന്നത്. ഇനി വിഭവ കമ്മി വിശ്വാസ സമൂഹത്തിലുണ്ടോ? ഇല്ല. ഏറ്റവും ഇന്ന് ലോകത്ത് ഡിമാൻഡുള്ള വിഭവം അത് മുസ്ലിമീങ്ങളുടെ കയ്യിൽ ഏറ്റവും കൂടുതൽ. ക്രൂഡ് ഓയിൽ ആകട്ടെ, ഗ്യാസിന്റെ റിസർവുകളാകട്ടെ, ഏറ്റവും കൂടുതൽ വിശ്വാസ സമൂഹത്തിന്റെ കൈകളിലാണ്. വലഖദ് ബവ്വഅനാ ബനി ഇസ്രായീല മുബവ്വഅ സിദ്ഖ് എന്ന് പറഞ്ഞതുപോലെ വറസഖ്നാഹും മിനത് ത്വയ്യിബാത്ത്, ഏറ്റവും ശ്രേഷ്ഠമായ ഇടങ്ങളും ഏറ്റവും നല്ല റിസ്ഖുമാണ് ബനു ഇസ്രായേലിലേക്ക് നാം നൽകിയിരുന്നത്. പക്ഷേ അവർ നന്ദി കാണിച്ചില്ല, അവർ അത് തിരിച്ചറിഞ്ഞില്ല. അതുകൊണ്ട് അവരത് കളഞ്ഞു കുളിച്ചു. അത് അവർക്കൊരർത്ഥത്തിലും പ്രയോജനപ്പെട്ടില്ല. എന്തിനാണ് അള്ളാഹു ബനു ഇസ്രായേലിന്റെ ചരിത്രം പറഞ്ഞു നൽകുന്നത്? അത് കേട്ട് രസിക്കാനല്ല, ആ പാതയിലേക്ക് നിങ്ങൾ സഞ്ചരിക്കരുത് എന്നുള്ളതാണ്. ഇന്ന് നമ്മളൊന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇസ്രായേൽ എന്ന ആ ഭീകര രാഷ്ട്രത്തിലേക്ക് ഏറ്റവും കൂടുതൽ സ്റ്റീല് കയറ്റുമതി ചെയ്യപ്പെട്ടത് എവിടുന്നാണ് നോക്കിയാൽ നമുക്ക് ഉത്തരം കിട്ടുക ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ പേരാണ്. ഏറ്റവും കൂടുതൽ ഓയിൽ ഇന്നും ഇസ്രായേലിലേക്ക് കയറ്റുമതി ചെയ്യുന്നത് ഏത് രാജ്യമാണെന്ന് ചോദിച്ചാൽ ഒന്നും രണ്ടും സ്ഥാനത്തുള്ളത് രണ്ട് ഇസ്ലാമിക രാജ്യങ്ങളാണ്. ഏറ്റവും കൂടുതൽ അവർ ഉപയോഗിക്കുന്ന ട്രേഡ് റൂട്ട് ഏതാണെന്ന് ചോദിച്ചാൽ അത് സൂയിസ് കനാലാണ്. എന്ന് പറഞ്ഞാൽ ഇന്നും അവർ നമ്മെ ആശ്രയിച്ച് കഴിയുന്നു. എന്നിട്ടുകൂടി നമ്മൾ അങ്ങേറ്റം ബലഹീനരാണ്, നിന്ദ്യരാണ്, നിന്ദിക്കപ്പെടുന്നു, അടിച്ചമർത്തപ്പെടുന്നു, അവമതിക്കപ്പെടുന്നു, അപമാനിക്കപ്പെടുന്നു, ഞങ്ങൾക്ക് ആരുമില്ല എന്ന് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. സത്യത്തിൽ നാം സില്ലത്തിനെ തെരഞ്ഞെടുക്കുന്നു, ഇസ്സത്തിനെ ഒഴിവാക്കുന്നു. അള്ളാഹുവിനെ നമ്മുടെ ജീവിതത്തിൽ ഒഴിവാക്കി കഴിഞ്ഞാൽ, അള്ളാഹുവിന്റെ റസൂലിന്റെ മാതൃക ഒഴിവാക്കി കഴിഞ്ഞാൽ ഏത് വിഭവങ്ങൾ ഉണ്ടായിട്ടും കാര്യമില്ല, എന്ത് നമ്മൾ സ്വന്തമാക്കിയിട്ടും കാര്യമില്ല. തീർച്ചയായും ആ നിന്ദ്യതയിലേക്ക് നമ്മൾ കൂപ്പുകുത്തും. അള്ളാഹു ആ ഒരു നിന്ദ്യത ഒരു വിഭാഗത്തിന് തരണമെന്ന് തീരുമാനിച്ചാൽ ഈ അർത്ഥത്തിൽ അവരിൽ നിന്ന് ആദ്യം അള്ളാഹു ഊരിയെടുക്കുക ആ ഒരു ഈമാനായിരിക്കും. അതുകൊണ്ട് ഈ ഭൗതിക ഭ്രമം ബാധിക്കാതെ നമ്മെ സംബന്ധിച്ചിടത്തോളം സത്യത്തിന് വേണ്ടി ധർമ്മം എവിടെയാണ് നോക്കി, വെറും ലാഭേച്ഛകൾ നോക്കി ആയിരിക്കരുത്, ഭൗതികമായ ലാഭേച്ഛകൾ നോക്കി ആയിരിക്കരുത് നമ്മൾ നിലപാടുകൾ സ്വീകരിക്കുന്നത്. മറിച്ച് സത്യം എവിടെയാണ്, ആ ധർമ്മം എവിടെയാണ്, നന്മ എവിടെയാണ്, നീതി എവിടെയാണ്, ഈ സത്യസന്ധമായി ഒരാളോടും ഏത് മതസംഘടനയാകട്ടെ, അത് ഏത് മതസംഘടനയാണെങ്കിലും, അത് ഏത് രാഷ്ട്രീയ സംഘടനയാണെങ്കിലും ഒരാളോടും അടിമത്തം പ്രഖ്യാപിക്കാതെ സ്വതന്ത്രമായി ധീരമായി, അങ്ങനെ ധീരരാകാനാണ് ഖുർആൻ നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നത്. ഒരാളുടെ മുന്നിലും തലകുനിക്കാതെ ധീരരായി ചില നിലപാടുകൾ
നിലപാടുകൾ എടുക്കാൻ നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ആഗോളതലത്തിലാകട്ടെ, ഈ അർത്ഥത്തിലുള്ള ദേശീയ തലത്തിലാകട്ടെ, സാമ്രാജ്യത്വ ഫാസിസ്റ്റ് ഭീകരർക്കെതിരിൽ, ആ ഒരു പൊതു ശത്രുവിനെതിരിൽ നിലപാട് സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാകണം. സ്വാർത്ഥ താല്പര്യങ്ങൾക്കപ്പുറത്ത്, നമ്മുടേതായ ചില താല്പര്യങ്ങൾക്കോ ഇംഗിതങ്ങൾക്കോ അപ്പുറത്ത് ഉമ്മത്തിന്റെ ഒരു രക്ഷ, ഉമ്മത്തിന്റെ ഒരു ഗുണം അതായിരിക്കണം. ഒരു ഉമ്മത്തി വീക്ഷണത്തോടുകൂടി കാര്യങ്ങളെ വിശകലനം ചെയ്യാൻ നമ്മൾ തയ്യാറാകണം. ഈ അവസരത്തിന് യോജിക്കാത്ത, സന്ദർഭത്തിന് യോജിക്കാത്ത ചർച്ചകളും സംവാദങ്ങളും ഒഴിവാക്കി അനൈക്യത്തിലേക്ക് നയിക്കുന്ന കാര്യങ്ങൾ ഒഴിവാക്കി ഐക്യത്തോടുകൂടി നിലനിൽക്കാൻ ഈ ഒരു സാഹചര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ, മുസ്ലിമീങ്ങളുടെ ഭാവി അല്ലാഹു എല്ലാർത്ഥത്തിലും സുരക്ഷിതത്തിലാക്കുമാറാകട്ടെ. നമ്മുടെ സമ്പത്ത്, നമ്മുടെ സന്താനങ്ങൾ, നമ്മുടെ ആരോഗ്യം, നമ്മുടെ ജീവൻ, അതിനെല്ലാം അല്ലാഹു അവന്റെ കാവൽ ഏർപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഐക്യവും സ്നേഹവും നമുക്കിടയിൽ അവൻ പ്രദാനം ചെയ്യുമാറാകട്ടെ. സത്യത്തെ സത്യമായി കാണാനും അത് സ്വീകരിക്കാനുമുള്ള മഹാഭാഗ്യം, തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദുആഇ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.